ഹലോ ഗൈസ്, ഒരു ഔട്ടിങ്ങിന് വേണമെങ്കിൽ പോവാനും ഫസ്റ്റ് എന്താ വണ്ടി വരാത്തത്. ഞാൻ കുറേ നേരം നോക്കിയപ്പോൾ വണ്ടി ഇതാ അപ്രത്യക്ഷപ്പെട്ടു പറഞ്ഞപ്പോൾ വണ്ടി ഇതാ വന്നിരിക്കുകയാണ്. നോക്കിയാൽ അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കെ ഇട്ട് ഞാൻ റെഡി വെച്ചിട്ട് അതിന് ശേഷം ഞങ്ങൾ വീടിൻ്റെ അടുത്തൊരു ലൈറ്റ് കാണുന്നുണ്ട്. എന്താ ഞാൻ കുറേ നോക്കി, അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നേർച്ചയ്ക്ക് വേണ്ടി അവിടെ ലൈറ്റ് ഇട്ടിരിക്കുന്നു. നേർച്ചയ്ക്ക് വേണ്ടി എന്തിനാ ലൈറ്റ് ഇട്ടിരിക്കണമെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ആനക്ക് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ നേർച്ചയാണല്ലോ ഇടയ്ക്ക് 9, 10 ഇവിടെ നേർച്ചയാണ്. രാത്രിയൊക്കെ ലൈറ്റ് മൊത്തം കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ എന്തൊക്കെയോ വിളികളും കാര്യങ്ങൾ കേൾക്കണമെങ്കിൽ പറയാൻ നോക്കിയിട്ടോ. ഇങ്ങനെ ചാവക്കാടൊക്കെ എത്തിയാൽ ഭയങ്കര തിരക്ക്. അങ്ങനെ റേഷൻ പീടികയ്ക്ക് പോയിട്ട് ആദ്യം ഓക്കെ അവിടെ നിന്ന് ഞാൻ സൂം ചെയ്തെടുത്തപ്പോൾ ഇത് എന്ത് കടയാണ് ഞാൻ കുറച്ച് നേരം അപ്രതീക്ഷിതമായി ഞാൻ നോക്കി. അപ്പോഴാണ് അവിടെ മീൻ ഒഴുകുന്നത് ഞാൻ കണ്ടത്. ഓക്കെ, അവിടെ ഞാൻ കുറച്ച് നോക്കുന്നുണ്ടോ, സമയം പോയത് അറിഞ്ഞേയില്ല. മുമ്പ് ലിസ്റ്റ് അവിടെ കൊടുത്തു. എന്തൊക്കെ പരിപ്പ്, പച്ചക്കറി എന്തൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. അതിന് ശേഷം ഞങ്ങൾ എടുക്ക് പോയി ചിക്കൻ ഹബ്, ചിക്കൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു കടയിൽ പോയി. അവിടെ ഞാൻ നമ്പറുണ്ട് കേട്ടോ, വേണമെങ്കിൽ വിളിച്ച് നോക്കൂ. അവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഇപ്പം ഡെലിവറി പെട്ടെന്ന് എത്തുന്നതാണ് പറയുന്നത്. നമ്പറേക്ക് വിളിച്ച് നോക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ വീണ്ടും വണ്ടി എടുത്ത് ശേഷം ബസാറിലേക്ക് പോയില്ല കേട്ടോ. അതിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ അതിൻ്റെ അടുത്തുള്ള വെജിറ്റബിൾ കടയിൽ നിന്ന് ഞങ്ങൾ പോയിട്ടോ. അങ്ങനെ പോയി കുറേ ഉണ്ട് കേട്ടോ, പച്ചക്കറി, തേങ്ങ, മാങ്ങ എല്ലാ ഐറ്റംസ് അതിനുള്ളിൽ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് വാങ്ങാൻ പോയി, പച്ചക്കറികളൊക്കെ ഞാൻ നോക്കിയത്. എന്തോരം പച്ചക്കറികളാ ഇല്ലാട്ടെ കണ്ടോ, കുറേ ഉണ്ട്. തേങ്ങ, മാങ്ങ. അതിനു ശേഷം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്കാട്ടോ. അതിന് ശേഷം ആരോമയ്ക്ക് ഞങ്ങൾ പോയിട്ടോ. ആരോമ സൂപ്പർ മാർക്കറ്റ്, ഇത് ചാവക്കാടാണ്. അതിന് ശേഷം ആരോമയിൽ ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്. അപ്പോൾ ബൈ.